നമസ്കാരം. ആഭ്യന്തര വകുപ്പിന്റെ പുതിയ ഉപദേശകൻ ഹേമചന്ദ്രൻ സാറിനെ കുറിച്ച് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. നേരത്തെ പോലീസിന്റെ ഉപദേശകനായിരുന്ന രമൺ ശ്രീവാസ്തവയിൽ നിന്നും ആ ഉപദേശകന്റെ റോളിലേക്ക് ഹേമചന്ദ്രൻ എന്ന IPS ഓഫീസർ എത്തിയപ്പോൾ ആ മാറ്റം കേരളത്തിലെ സാധാരണക്കാരന് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് എന്ന ഒരു കാര്യമായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. ഒരുപാട് സംഭവങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള പോലീസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളും ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ അതിനടിയിൽ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആളുകൾ അവരുടേതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. അവരുടെ അഭിപ്രായങ്ങൾ ഞാൻ മുഖവിലക്കെടുക്കുന്നു. അവർ പറഞ്ഞ കാര്യം ഇതാണ്. അതായത് നേരത്തെയും കാപ്പ കേസ് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പോലീസ് ശക്തമായി തന്നെ ഇടപെട്ടിട്ടുണ്ട്, കഞ്ചാവ് ലഹരി മാഫിയക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. ഇതൊന്നും ആദ്യത്തെ സംഭവമല്ല. പക്ഷെ നേരത്തെ ഇതൊന്നും ആരും ചർച്ചയാക്കിയില്ല, ആരും ഇത് വാർത്തയാക്കാൻ തയ്യാറായില്ല, അത്ര വലിയ ഒരു സംഭവമായി എടുത്തില്ല എന്നൊരു അഭിപ്രായമായിരുന്നു അവർ രേഖപ്പെടുത്തിയത്. എന്തായാലും നല്ല കാര്യങ്ങൾ നടക്കട്ടെ, എല്ലാവിധ പിന്തുണയും ഉണ്ട് എന്നുകൂടെ അവർ പറഞ്ഞു വെച്ചിരുന്നു. എന്തായാലും പ്രിയപ്പെട്ട ഇടതുപക്ഷ സഖാക്കളോട്, ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി ഇടപെടുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ 10 വർഷവും വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന SNDP-യുടെ നേതാവ്, അദ്ദേഹത്തിനെതിരായിട്ടുള്ള മൈക്രോ ഫിനാൻസ് കേസ് ഇവിടെ നിലനിന്നിരുന്നു. ആ കേസിൽ വലിയ തട്ടിപ്പ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ്, ഒരു സാമ്പത്തിക കുറ്റവാളിയാണ് എന്ന് അറിഞ്ഞ സാഹചര്യത്തിൽ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ കാറിൽ കയറ്റി കൊണ്ടുപോയത്. അത് ശരിയായില്ല എന്നൊരു അഭിപ്രായം CPIM-ന് പൊതുവെയുണ്ട്. അക്കാര്യം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. P. ജയരാജനെ പോലുള്ള ആളുകൾ വളരെ ശക്തമായി തന്നെ വെള്ളാപ്പള്ളിയെ അകറ്റി നിർത്തേണ്ടതിന്റെ ഒരു ആവശ്യകതയെ കുറിച്ചും വളരെ കൃത്യമായി പറയുന്നുണ്ട്. എന്തായാലും അത് CPIM ആ വിഷയത്തിൽ തീരുമാനം എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷെ കഴിഞ്ഞ 10 വർഷം വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടുള്ള മൈക്രോ ഫിനാൻസ് കേസ് ഇവിടെ നിലനിന്നിരുന്നു. എന്തായാലും സഖാക്കളുടെ ശ്രദ്ധയിലേക്ക് ഞാനൊരു കാര്യം കൊണ്ടുവരികയാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറ്റപത്രം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പോലീസ്. 10 ദിവസത്തിനകം കോടതിയിൽ കുറ്റപത്രം കൊടുക്കുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് കേസിലെ മൊഴികളൊക്കെ നടേശനെതിരാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. കഴിഞ്ഞ 10 വർഷം എന്തുകൊണ്ട് ഈ ഒരു കാര്യം സർക്കാർ കാണാതെ പോയി എന്ന കാര്യം സഖാക്കൾ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എന്തായാലും കഴിഞ്ഞ സമയങ്ങളിൽ പോലീസ് നടത്തിയ ഇടപെടൽ, ലഹരി മാഫിയക്കെതിരെ നടത്തിയ ഇടപെടലൊക്കെ അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ്. അത് പറയുമ്പോൾ ചില ആളുകൾ പറയും നേരത്തെയും അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന്. എന്ത് നീക്കങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? എത്രയോ ലഹരി കേസുകൾ ഇവിടെ പോലീസൊക്കെ കുട്ടികളല്ലേ, അവരെ അങ്ങനെ ഉപദ്രവിച്ചുകൂടാ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോഴൊക്കെ വിട്ടുവീഴ്ച ചെയ്ത സാഹചര്യം എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ആരാണ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊന്നും ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ഒരു വിട്ടുവീഴ്ചയുമില്ല. ലഹരി കേസിൽ പിടിച്ച ആളുകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്നു. 1300-ലധികം അറസ്റ്റുകൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇവരെയൊക്കെ പിടിച്ച് ജയിലിൽ അടക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു സമാധാനമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു സമാധാന അന്തരീക്ഷം നിലവിൽ വന്നു. ഇവരോടൊന്നും തർക്കിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചില സ്കൂളുകൾ പ്രവർത്തിക്കുന്നതിനടുത്ത് ചില പ്രത്യേക കേന്ദ്രങ്ങളുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ കൃത്യമായ വിവരങ്ങൾ കൈമാറാൻ തയ്യാറാണ്. കാരണം ഇവരെ കുറിച്ചൊന്നും പബ്ലിക്കായി ചില കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്കൊന്നും വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കൊച്ചു കുട്ടികളെ പോലും കൊണ്ടുവന്ന് മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ കൊടുത്ത് എല്ലാവിധ വൃത്തികേടുകളും നടക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട്. ഇപ്പോൾ അത്ര കാര്യമായ രീതിയിൽ നടക്കുന്നില്ലെങ്കിലും നേരത്തെ പലരും അത്തരത്തിലുള്ള സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. പോലീസിനെ വിവരമറിയിച്ച് പോലീസ് എത്തുമ്പോഴേക്കൊക്കെ ഇവരവിടുന്ന് രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവരോട് തർക്കിക്കാൻ പോയാൽ, ഇവരെ ചോദ്യം ചെയ്യാൻ പോയാൽ ചിലപ്പോൾ ഉടലിൽ തല കാണില്ല. അത്തരം ഒരു സാഹചര്യവും സംഭവിച്ചേക്കാം. അത്തരത്തിലൊരു സംഭവം കൂടെ ഉണ്ടായേക്കാം. അത്രമാത്രം ക്രിമിനൽ മൈൻഡുള്ള ചില ആളുകളാണ് അവരിപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അവർക്കെതിരെയാണ് ശക്തമായ നടപടി പോലീസ് എടുക്കുന്നത്. മാതാപിതാക്കൾ മക്കൾക്കെതിരെ പരാതി പറയാൻ പേടിയുള്ള മാതാപിതാക്കളുണ്ട്. അത്തരത്തിലുള്ള മക്കളെ കണ്ടെത്തി പണി കൊടുക്കുന്നു, അവരെ പിടിച്ച് ജയിലിൽ അടക്കുന്നു. അവരെ നല്ല പാഠം പഠിപ്പിക്കാൻ പോലീസ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. പോലീസും ജീവൻ പണയം വെച്ച് തന്നെയാണ് ഇത്തരത്തിലുള്ള പണികളൊക്കെ ചെയ്യുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം
അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇടപെടാൻ പൂർണ്ണമായും ആഭ്യന്തര വകുപ്പ് അവർക്ക് ധൈര്യം കൊടുക്കുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം കാണാത്ത ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷക്കാലം മാറാടുണ്ടായിട്ടില്ല, കലാപം ഉണ്ടായിട്ടില്ല എന്ന് ചിലപ്പോഴൊക്കെ ഇവിടെ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന ഭരണത്തിന് മുമ്പാണ്, ഇലക്ഷന് മുമ്പ് പറഞ്ഞിരുന്നതാണ്, വരാൻ പോകുന്ന ഭരണം ലീഗ് നിയന്ത്രിക്കും, ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിക്കും, കലാപങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ 10 വർഷം അതൊന്നും ഉണ്ടായിട്ടില്ല എന്നായിരുന്നു സഖാക്കൾ പറഞ്ഞിരുന്നത്. ഇപ്പോഴും ചില ആളുകൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ 10 വർഷം കലാപം ഉണ്ടാകാതിരിക്കാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു വിഭാഗം സംയമനം പാലിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അത് പോലീസിന്റെയോ ആഭ്യന്തര വകുപ്പിന്റെയോ മിടുക്ക് കൊണ്ടല്ല ഇവിടെ കലാപം ഉണ്ടാകാതെ പോയത്. ഒരു വിഭാഗം സംയമനം പാലിച്ചു, മറുവിഭാഗം കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി കലാപാഹ്വാനം നടത്തുന്ന വിധത്തിലുള്ള എത്രയോ കമന്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി, എത്രയോ പോസ്റ്റുകൾ ഉണ്ടായി. വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്ന്, PC ജോർജിന്റെ ഭാഗത്തു നിന്ന്, അതുപോലെ തന്നെ ശശികലയുടെ ഭാഗത്തു നിന്ന്, അത്തരത്തിൽ എത്രയോ പ്രതീഷ് വിശ്വനാഥന്റെ ഭാഗത്തു നിന്ന്, RV ബാബുവിന്റെ ഭാഗത്തു നിന്ന്, അത്തരത്തിൽ എത്രയോ ആളുകളുടെ ഭാഗത്തു നിന്ന് കലാപാഹ്വാനം നടത്തുന്ന വിധത്തിലുള്ള എത്രയോ പരാമർശങ്ങൾ ഉണ്ടായി. എത്ര കേസെടുത്തു, എടുത്ത കേസിൽ എന്തൊക്കെ നടപടിയെടുത്തു. അതേസമയം മറുപക്ഷത്ത് ഇവിടെ പലപ്പോഴും ചില ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ ചില പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിനോട് കൂട്ടുകൂടാനോ യോജിക്കാനോ എനിക്ക് കഴിയില്ല. പക്ഷേ അത്തരത്തിൽ കലാപാഹ്വാനം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയ ആളുകളെ പിടിച്ച് ജയിലിൽ അടച്ചിട്ടുമുണ്ട്. എന്നാൽ ഇപ്പുറത്ത് അത്തരത്തിലുള്ള നടപടികളൊന്നും ഉണ്ടായില്ല. മറുപക്ഷം സംയമനം പാലിച്ചു, ഒരു പക്ഷം കൃത്യമായി സമൂഹ മാധ്യമങ്ങളിലൂടെ മതവിദ്വേഷം പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്തായാലും ആ കാലം കഴിഞ്ഞു. ആ മാറ്റം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രത്യേക ഉദ്ദേശം വെച്ചൊന്നുമല്ല ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. ഒരു സാധാരണക്കാരൻ, ഒരു പൗരൻ എന്നുള്ള നിലക്ക് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു മാറ്റത്തെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രാഷ്ട്രീയമുണ്ട്. ഞാനൊരു അരാഷ്ട്രീയവാദി ഒന്നുമല്ല, എനിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. എന്നാൽ ഇത് രാഷ്ട്രീയ പ്രേരിതമല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള പ്രത്യേക താല്പര്യത്തിന്റെ പുറത്ത് പറയുന്നതല്ല. ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി, അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന്റെ വകുപ്പിൽ ഇടപെടുന്നു, പോലീസ് കൃത്യമായി ആക്ട് ചെയ്യുന്നു, അഭിനന്ദനാർഹമാണ്, സ്വാഗതാർഹമാണ്. അതേസമയം ഇവിടെ പ്രതികരണങ്ങൾ, മറുപക്ഷത്ത് നിന്ന് ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ, അതും മുഖവിലക്കെടുക്കുന്നു, ആ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുന്നു, അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് മാത്രം.